ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഈ ഒരു കലത്തിന് നല്ല അടിപൊളി പെയിന്റ് അടിച്ചെടുത്താലോ. ഫസ്റ്റ് തന്നെ ഒരു ബേസ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കൊരു ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ കളർ പെയിന്റും വേണം. ഫസ്റ്റ് തന്നെ നമുക്ക് യെല്ലോ കളർ എടുത്തിട്ട് നമ്മൾ ആ കലത്തിൻ്റെ താഴ്വശമൊക്കെ നല്ലോണം ഒന്ന് യെല്ലോ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ വൈറ്റ് കോട്ട് അടിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ മഞ്ഞ തന്നെ അകത്തൊന്നും കാണാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. ശേഷം നമ്മൾ യെല്ലോ പെയിന്റ് അടിച്ചതിൻ്റെ താഴെ നമ്മുടെ ഓറഞ്ച് പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇനി ആ താഴോട്ട് ഫുള്ള് നമുക്ക് ഈ ഓറഞ്ച് പെയിന്റ് തന്നെ അടിച്ചു കൊടുക്കാം. ആ മേളത്തെ പെയിന്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് ബാക്കിയുള്ളിടത്തുമൊക്കെ നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ആ യെല്ലോയും ഓറഞ്ചും ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ആ ബ്രഷിലോട്ട് മുക്കിയിട്ട് ഒന്ന് കുടത്തിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ കുടത്തിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കണ്ടില്ലായിരുന്നു, ആ വെള്ളയുടെ ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡിസൈനായിട്ട് ഇവിടെ കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരു ഗോപുരം പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അകത്ത് റാ പോലെ ഒന്ന് ഡിസൈൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടി. നമ്മൾ അത്രയും ഡിസൈൻ അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് യെല്ലോ ഒക്കെ കണ്ടില്ലേ, അവിടെ ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ ബ്ലാക്കാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം ഒന്ന് രണ്ട് തവണ ഞാൻ ഇതുപോലെ കുടത്തിന് ചുറ്റും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട്. മൂന്നാമത്തെ വട്ടം വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ മല പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ ആ കുടം കംപ്ലീറ്റ് ആയിട്ടും അതുപോലെ തന്നെ ചെയ്യുക. ശേഷം ആ മലയുടെ മണ്ടയ്ക്കായിട്ട് ഇതുപോലെ ഡയമണ്ട് പോലെ വരച്ചു കൊടുത്തതിന് ശേഷം അടിയിൽ ഞാൻ ചുമ്മാ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കും, താഴെ ഒരു ചക്രം പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ കുടത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.